കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കണ്ണൻ നമ്മളെ കാത്തിക്കണത് നോക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ആ ഗണപതിയെ ഒന്ന് തൊഴാം. അവിടെ പോകുമ്പോൾ സുഖമായിട്ട് തൊഴാം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, VIP ദർശനവും ടോക്കനും ഒന്നും ഇല്ലാത്ത കാരണം എന്നിരുന്നാലും നല്ല തിരക്ക് തന്നെയാണ്. 2 മണിക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ല, 2:15 2:30 ആവാറായി. അപ്പോഴാണ് അടയ്ക്കാൻ കഴിഞ്ഞത്. നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ നമുക്കവിടെ ദർശനം നടത്തിയിട്ട് ഗണപതിയെ പ്രസാദിപ്പിച്ച് ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ അകത്തെ ശ്രീലകത്ത് നിന്നുള്ള നെയ്വിളക്കിൻ്റെ പൊന്നിൻ്റെ വിളക്കിൻ്റെ ആ തെളിച്ചം നമ്മളിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി അതിന് ശേഷം നമ്മൾ ഇടത്തെ ഭാഗത്തേക്കൊന്ന് നോക്കി ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയ പീഠം നോക്കിയിട്ടൊന്ന് തൊഴാം. അതുപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണാണ്, അത് കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അകത്ത് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ കാണുന്നത് 2 കാലുകൾ തൂങ്ങി ഇങ്ങനെ കിടക്കണു. കാൽത്തളകൾ അണിഞ്ഞിട്ടുള്ള ആ 2 കാൽപാദങ്ങൾ ഇങ്ങനെ പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത ഉണ്ണീനെ അങ്ങനെ കാണുന്നു. പിന്നീട് നോക്കുമ്പോൾ ഇരിക്കുകയാണ്. അത് ഊഞ്ഞാലിൻ്റെ മുകളിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് പൊന്നോടക്കുഴലരയിൽ ഇങ്ങനെ വെച്ച് തിരികെ വെച്ച് നന്നായിട്ട് ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് ഇന്ന് ശ്രീലകത്ത് കളഭത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത അച്യുതൻ നമ്പൂതിരി. അതേപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഭവതാസ്വദിക്കനാണ്, പൊട്ടക്കുഴി ഭവതാസ്വദിക്കൻ. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. ആ ഊഞ്ഞാലിൻ്റെ പലകയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. കയറിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ മാങ്ങാമാല ഒരെണ്ണം, അതേപോലെ ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, പിന്നെ പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോൾ വലിയ 2 തിരുമുടിമാലകൾ കാണാനുണ്ട്, തുളസിയും അതേപോലെ വെളുത്ത പൂവായിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് രണ്ടും, വെളുത്ത പൂവും തുളസിയായിട്ടുള്ള 2 തിരുമുടിമാലകൾ കാണാനുണ്ട്. പിന്നെ ഉണ്ടമാലകളാണെങ്കിലോ അതും വെളുത്ത പൂ കൊണ്ടൊന്നും, തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും അങ്ങനെ 2 ഉണ്ടമാലകളും കാണാനുണ്ട്. പിന്നെ വിധാനമായിട്ട് കുറേ തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ആ ഒരു കാഴ്ചയാണെന്ന് ശ്രീലകത്ത് ഭഗവാൻ കണ്ണൻ നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത്. ആ അനുഗ്രഹം അപ്പോൾ എല്ലാവരും ഇപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് നമ്മൾ അകത്തെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ആ ഭഗവത് ദർശനം നമുക്ക് ലഭിക്കുകയാണ് എന്നങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഭഗവാന്റെ ആ ഒരു ദർശനം സൗഭാഗ്യം ലഭിച്ച പോലെ നമുക്ക് തോന്നും. അങ്ങനെ വേണ്ട മാതിരി തൊഴുതോളൂ. തൊഴുത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ അഗ്നികോണിൽ ബലി തൂവുന്ന അഗ്നികോണിൽ നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് പിന്നീടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിൽ ആലിലക്കണ്ണനെ കാണാം. കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗണപതിയുടെ അടുത്ത് വന്ന് ഗണപതിനെ കണ്ട് തൊഴാം. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി അറയിലേക്ക് നോക്കിയാൽ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അവിടെ ഒരു വെളുത്തതും ചുവന്നതുമായിട്ടുള്ള പൂവ് കൊണ്ട് ഇങ്ങനെ ആ ഫോട്ടോൻ്റെ മുകളിൽ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറിയ ഗണേശനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നെ മേൽശാന്തിർ അവിടുന്ന്, അതായത് അവിടെ ഭവതാസ്വദിക്കാൻ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷം, അതുപോലെ മഹാവിഷ്ണു
ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നീട് നമ്മൾ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴുക. അവിടെ നിറയെ മാലകളുണ്ട്. വെളുത്ത പൂ കൊണ്ടുള്ള മുല്ലമുട്ട് കൊണ്ടുള്ള മാല ഇഷ്ടം പോലെ, അതേപോലത്തെ തുളസി മാല ഉണ്ട്, താമരമാലയുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം, കണ്ണനെയൊക്കെ കാണാം, അങ്ങനെ മുരുകനെ കാണാം. പിന്നീട് ഹനുമാൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്ന് അധികം ഒന്നുമില്ല, കുറച്ച് കുങ്കുമം മാത്രം വിതറിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. പിന്നീട് ആ രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു. അവിടെ നിറയെ തുളസിമാല ചാർത്തിയിട്ടുണ്ട് ആരൊക്കെയോ. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ നിന്ന് വന്ന് തൊഴാം. അതിന് ശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയാൽ താമരക്കണ്ണനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ താമരക്കണ്ണനെ കണ്ടു തൊഴുത് വീണ്ടും ഗ്രില്ലിൻ്റെ അവിടെ വന്ന് മണിക്കിണർ നോക്കി തൊഴാം. നൃത്താറയിൽ നോക്കിയാൽ അവിടെ നൃത്താറയിലേക്ക് നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് വരുമ്പോൾ പുറത്തോട്ട് വരുമ്പോൾ കുറൂരമ്മേനെയും അതേപോലെ ആ വസുദേവരെയും കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. എന്നാലും അവിടെ നമുക്ക് പോയാൽ ഒന്ന് ഭഗവതിയെ കാണാം. ഭഗവതി നമ്മളെ കാത്തിരിക്കുകയാണ്, ഭക്തരെ എല്ലാവരെയും കാത്തിരിക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെല്ലുക. വളരെ അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച. വെളുത്ത പട്ട് ഒക്കെ ഞൊറിഞ്ഞുടുത്തിട്ട് ഭഗവതി ഇങ്ങനെ കാത്തിരിക്കുക. നിറയെ പൂമാലയുണ്ട്, അർച്ചന പൂ കൊണ്ട് ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ടു തൊഴുതു. അതിന് ശേഷം നമ്മളിങ്ങനെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയിട്ട് കോർണറിൽ വന്ന് നോക്കുക. മമ്മിയൂർക്ക് നോക്കി തൊഴുന്ന പോലെ മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയാൽ ആ ഒരു പ്രതീതി ഉണ്ടാവും. അവിടുത്തെ അനുഗ്രഹം, മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മുടെ പൊന്നുണ്ണിയെ, ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ വന്ന് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അയ്യപ്പസ്വാമി ഇന്ന് ആ നീല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്, നീല വസ്ത്രമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് തൊഴുതോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ കുറച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുകളിൽ ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴുക. അപ്പോൾ നമ്മളിന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ അനുഗ്രഹം ലഭിക്കും. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്നുള്ള ആ ചിന്ത മനസ്സിലുണ്ടായാൽ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.